ഈ ബിഗ് ബോസ് ഒക്കെ എപ്പോഴും നിങ്ങൾ കാണുന്നതെന്നൊക്കെ പറയുന്നു, കമൻറ്റൊക്കെ വായിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടില്ലേ? അവൻ്റെ തലയിൽ അല്ലെങ്കിൽ ഈ ഷാനവാസിൻ്റെ തലയിലൊക്കെ വന്ന് വീഴുന്നതൊന്നും നിങ്ങളൊന്നും കണ്ടില്ല. എന്തൊരു മോശം പ്രവൃത്തിയായിരുന്നു അവിടെയൊക്കെ നടന്നത്. തൊഴിലാളി യൂണിയനൊക്കെ കൊള്ളാം, പക്ഷേ എന്തായാലും അവിടെ കാണിച്ചു കൂടിയതൊക്കെ വളരെ ഒരു അലമ്പത്തരമൊക്കെ ആയിട്ട് പോയി തോന്നി. പിന്നെ വേറെ ഒരു കാര്യം പറയട്ടെ, ഈ നൂറയൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഈ റെനയ്ക്കൊക്കെ എതിരെ ഓപ്പോസിറ്റൊക്കെ നിന്നിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അക്ബറിൻ്റെയൊക്കെ സംസാരമൊക്കെ കണ്ടില്ലേ? അക്ബറിൻ്റെയൊക്കെ സംസാരം വരുമ്പോൾ ഈ എതിർത്ത് പറയുന്നുണ്ടെങ്കിലും ആ ഒരു സൗണ്ട് അവിടെ ഒരു എക്സ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. അതായത് അവരോടൊന്നും ഒരു വായിട്ട് അലയ്ക്കാനൊന്നും പറ്റത്തില്ല. വായിട്ട് അലയ്ക്കുന്നുണ്ട്, പക്ഷേ ആ സൗണ്ടൊന്നും അവിടെ അങ്ങോട്ട് ഏൽക്കുന്നില്ല അതുപോലെയൊക്കെ. അപ്പോൾ ഇങ്ങനെ റോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ കാണുമ്പം ഈ ബിഗ് ബോസ് എങ്കിലും ഇടയ്ക്കൊന്ന് ഇടപെടേണ്ടേ. എന്നിട്ട് ബിഗ് ബോസ് ആണെങ്കിൽ അതൊന്നും മിണ്ടത്തൊന്നുമില്ല, കളിക്കാത്ത ഒരു റോങ് കാണിച്ചാൽ അതൊന്നും മിണ്ടത്തൊന്നുമില്ല, വെറുതെ മിണ്ടായിരിക്കും. എന്നിട്ട് ലാസ്റ്റിൽ റിസൾട്ടൊക്കെ പറയാനായിരിക്കും. അങ്ങനെ പക്ഷേ അങ്ങനെയൊന്നും തോന്നല്ലോ, അങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു. അവരും കൂടെ പുള്ളിക്കാരനും കൂടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരു ഇത് വേണം. ഒരു റോങ് കണ്ട അത് റോങ് ആണെന്നെങ്കിലും മൈക്കിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയായിരുന്നു. ഇത് അവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചത്? ആ നൈഫൊക്കെ എടുത്ത് അങ്ങോട്ട് വലിക്കുകയോ ഇങ്ങോട്ട് വലിക്കുക, ആരുടെ കയ്യിൽ ദേഹത്തൊക്കെ കൊണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുക. അത് അവൻ്റെ പുള്ളിക്കാരൻ്റെ ഷാനവാസിൻ്റെ തലയിലൊക്കെ കൊണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അതോടെ വലിയൊരു വിഷയമൊന്നും ആക്കിയില്ല. ഇതുപോലുള്ള സംഭവമൊന്നും ആർക്കും ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. ഇതിനെക്കാട്ടി ചെറിയ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു സംഭവമാക്കി വലിയ എന്തോ സംഭവമാക്കി മാറ്റും.